സാന്തൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മൻ ചേട്ടനോട് പറയുന്നു, 1 കോടി രൂപ തന്നാലും ഞാൻ ഗോമതി സ്റ്റോഴ്സ് വിട്ട് വരുന്ന ചേട്ടൻ വിചാരിക്കേണ്ട, അവിടുത്തെ സ്നേഹമാണ് എൻ്റെ ശമ്പളം, അത് നിങ്ങളാരും കണക്കാക്കണ്ട എന്ന് വെച്ചിട്ട് മിത്രയുടെ കല്യാണം മുന്നേ അവളെ വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും ഒരാളായിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പറയുന്നുണ്ട്, ചേട്ടാ ഗോമതി ചേച്ചിനെ കല്യാണം പറയൂ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ, ഇല്ലടാ, ഈ ലോകത്ത് വേറെ ആരെ പറഞ്ഞാലും ഞാൻ ഗോമതിനെ പറയില്ല കല്യാണം. കാരണം കല്യാണത്തലേദിവസം എൻ്റെ അച്ഛൻ്റെ ചങ്ക് പൊട്ടിയുള്ള മരണവും എൻ്റെ അച്ഛൻ ഗോമതി പോയടാ എന്നുള്ള കരച്ചിലും എൻ്റെ മനസ്സിലും ആയില്ല മരിക്കോളം. അതുകൊണ്ട് ഗോമതിനെ പറയുന്നത് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അയാൾ അങ്ങോട്ട് പോകും. അങ്ങനെ അത് കേട്ട് അമ്മയും മോനും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ദേവമംഗലത്ത് ഊണുമേശയ്ക്ക് ഫ്രണ്ടിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ആകാശ് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർ പോയില്ലല്ലേ എന്ന് പറഞ്ഞപ്പോൾ, എന്താ മോനെ നീ അങ്ങനെ ചോദിക്കുന്നത്, ഞാൻ കോയമ്പത്തൂർ പോയില്ല അച്ഛൻ കോയമ്പത്തൂർ പോയില്ല, എന്തിനാ അച്ഛൻ എന്നാണോ പറയുന്നത് ആരും പറയും അച്ഛൻ ഞങ്ങളോടൊന്നും വിചാരിക്കരുത്, ഞങ്ങൾ അച്ഛനില്ലാത്ത ഇതുകൊണ്ട് സന്തോഷിച്ചതൊന്നല്ല പെട്ടെന്ന് ഇങ്ങനെ തോന്നി, അതൊന്നും ചെയ്തെന്നു മാത്രം, വേറെ ഒന്നും അതിൽ അച്ഛൻ കാണരുതെന്നൊക്കെ പറഞ്ഞ് മക്കളെല്ലാവരും വിഷമത്തോടെ പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി ഒന്ന് പറയുന്നുണ്ട്, ബാലേട്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉള്ള പറഞ്ഞ് തീർത്തിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയുന്നു, എല്ലാവരും ഉള്ളതല്ലേ എന്ന് പറയും. ആ സമയത്ത് തന്നെ നമ്മുടെ മീനാക്ഷി പറയും, അച്ഛനൊന്നും വിചാരിക്കരുത്, പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു, വെറുതെ ഒരു ദിവസം ഞായറാഴ്ചയല്ലേ അതൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അനു പറയും, സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ല അതുകൊണ്ട് ആഘോഷിച്ചു എന്ന് പറഞ്ഞു. അതൊരു ബോധമില്ലാണ്ട് പറഞ്ഞാണ്. ആ സമയത്ത് ബാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങളെല്ലാവരും സന്തോഷിച്ചാൽ അത് കുഴപ്പമില്ല, സന്തോഷം വന്നാൽ സന്തോഷിക്കണം, എന്തായാലും നീ മോനെ നീ ഒരു പാട്ട് പാടുന്നു ബാലൻ പറയും. അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എല്ലാവർക്കും അത്ഭുതമാവുന്നുണ്ട്, എന്ത് പാട്ട് പാടാൻ ക്ഷമിക്കച്ചാ, ഞാൻ അറിയാണ്ട് നല്ല പാടിയെന്ന് പറഞ്ഞപ്പോൾ, അറിയാണ്ട പാട്ട് പാടണം നല്ലതല്ലേ മോനെ, നീ പാട്ട് പാടുന്നു പറയും. ആ സമയത്ത് അച്ഛൻ, നിങ്ങൾക്ക് മാത്രം സന്തോഷിച്ചാൽ മതി, അച്ഛന് സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണ്ടേ, നീ ഒരു പാട്ട് പാടാൻ പിന്നെ നിർബന്ധിക്കും. അപ്പം മീനാക്ഷി പറയും, ആകാശേ പാട് എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ആകാശ് കരിമിഴി കുരുവിയെ കണ്ടില്ല എന്നുള്ള പാട്ട് പാടുന്നു, നല്ല രസത്തിൽ പാടുന്നുണ്ട്. ബാലൻ നല്ല സന്തോഷത്തോടെ അതിൽ മറന്നിരിക്കുന്നുണ്ട്. ആ സമയത്ത് മീനാക്ഷി കൂടെ പാടുന്നുണ്ട് ബാക്കി. അങ്ങനെ എല്ലാവരും കൈയടിക്കുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് ഇപ്പോൾ നമ്മുടെ ധർമ്മൻ പുറത്തുനിന്ന് ഇങ്ങനെ അകത്തേക്ക് വരുന്ന സമയമായിരുന്നു. പാട്ട് കേട്ടപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും. പിന്നെ കൈയടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ അതിൽ തുറന്നു വന്നിട്ട്, എനിക്ക് വട്ടായതോ അതോ ഇവർക്ക് എല്ലാവർക്കും വട്ടായത്, എന്താ ഈ കാണുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ ഞാൻ ഈ കാണുന്നത് എന്നൊക്കെ നമ്മുടെ ധർമ്മനുള്ള ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, മാമ അച്ഛൻ ഇന്നലെ കോയമ്പത്തൂർ പോയില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, അത് ശരി, അപ്പം ഞാൻ സംശയിച്ചത് ശരി തന്നെയല്ല എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇന്നലത്തെ കാര്യം ഇവിടെ ആരും പറയണ്ടെന്ന് ബാലൻ പറയുമ്പോൾ, വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്ന് പറയുമ്പോൾ, എന്തേന്ന് ചോദിക്കുമ്പോൾ, കൃഷ്ണമംഗലത്തെ കല്യാണമാണ് പെൺകുട്ടിയുടെയും രണ്ടുപേരെയും കൂടെ അലോകിൻ്റെയും മിത്രയുടെയും വിവാഹമാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഗോമതി, അതെയോ നന്നായി, നല്ല കാര്യം. ഗോമതിക്ക് വലിയ സന്തോഷമൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ചോദിക്കേണ്ടത്, ശരി അമ്മയ്ക്ക് ഇപ്പോൾ അവരോടുള്ള ശത്രുതയൊക്കെ മറന്നോ എന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് ആര്യം പറയും, അപ്പം എൻ്റെ കല്യാണം അല്ലെങ്കിലും നടന്നു പോട്ടെ എന്നൊക്കെ പറയും. എടാ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. ഗോമതി ചീത്തൊക്കെ പറയും. അതേസമയം തന്നെ ബാലൻ്റെ മുഖം പെട്ടെന്ന് ഇങ്ങനെ മങ്ങനുണ്ടപ്പോൾ ധർമ്മം പറയും, ആളിയൻ ഇത് കാര്യത്തിലൊരു വിഷമം എനിക്ക് മനസ്സിലായി, അവിടുത്തെ കല്യാണത്തിന് മുന്നേ ഇവിടെ ആനന്ദിൻ്റെ കല്യാണം നടത്തുന്ന ഒരു വെല്ലുവിളി നടത്തിയിരുന്നില്ല, അതല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് കാണിക്കുന്നത്, ബാലൻ ബ്രോക്കറെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നോക്കണം മോൻ്റെന്ന് പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ അവർക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. ഗോമതി പറയുന്നുണ്ട്, നല്ല പെൺകുട്ടി ബാലേട്ടൻ, നല്ല ഐശ്വര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ശരിയാണ് സമ്മതിച്ച് ബാലൻ. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് ആ ഫോട്ടോ സൂം ചെയ്തൊക്കെ നോക്കി ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം മീനാക്ഷി പിന്നാലെ വന്നും കഴിഞ്ഞിട്ട് ആ ഫോട്ടോ മേടിച്ച് ഓടുന്നുണ്ട്. അപ്പം മീനാക്ഷിയുടെ പിന്നാലെ ആനന്ദ് ഓടുന്നു. മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് ആകാശ് മേടിക്കുന്നു, ആകാശിൻ്റെ നിന്ന് അനു മേടിക്കുന്നു, മാമൻ വരുന്നു, പിന്നെ ആര്യം വരുന്നു. എല്ലാവരും കൂടെ നമ്മുടെ ആനന്ദിനിട്ട് വാരി പാട്ട് പാടിക്കൊണ്ട് തന്നെ സർവ്വസ്വാതന്ത്ര്യത്തോടെ പാട്ട് പാടിയവരെല്ലാവരും കൂടെ ആഘോഷിക്കുന്ന പോലെ തന്നെയായിരുന്നു. അതിൽ ബാലനും വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. ബാലനും കോമതിയാണെങ്കിൽ മുറിയുടെ വാതിക്കൽ നിന്നിട്ട് ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്, കണ്ണറച്ച് കാണുന്നുണ്ട്. ബാലന് ഇപ്പോൾ ഒരു വിഷമമില്ല, പഴയ പോലെ നല്ല ബാലൻ നല്ല സ്നേഹമുള്ളൊരു അച്ഛനായി മാറി. ശരിക്കും ദേഷ്യമോ കോപോ പൊട്ടിത്തെറിക്കലോ ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ദേഷ്യം വന്നാൽ പോലും ബാലനത് പുറത്ത് കാണിക്കാത്ത രീതിയിൽ അവരോട് പെരുമാറുന്ന അവർ സന്തോഷിക്കട്ടെ എന്ന് ബാലൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആര്യൻ പുറത്ത് നിന്നും കഴിഞ്ഞിട്ട് കൃഷ്ണമംഗലത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മീനാക്ഷി വന്ന് കളിയാക്കുന്നുണ്ട്, മുറപ്പെണ്ണിൻ്റെ വിവാഹമായതുകൊണ്ട് നീ വിഷമിച്ച് നിൽക്കണമെന്ന് വെച്ചപ്പോൾ, ദേ ഏട്ടത്തി എൻ്റെ വായിന്ന് വല്ലതും കേൾക്കണ്ട കേട്ടോ, അവൾ ആരെ കല്യാണം കഴിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല, അവൾ ആരെങ്കിലും കല്യാണം കഴിച്ച് പോട്ടെ,
അവൾ അത്രയ്ക്ക് ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞപ്പോൾ നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നേ, അവള് ശരിക്കും നിങ്ങൾ രണ്ടു വീട്ടുകാരും കൂടെ സന്തോഷമായി കഴിയണമെങ്കിൽ നീ അവളെ വിവാഹം കഴിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര്യനൊന്നും മിണ്ടൂല. അപ്പോൾ ആകാശ് വന്നിട്ട് പറയേ അവൻ അവളെന്തായാലും വിവാഹം കഴിക്കില്ല, ചെറുപ്പത്തിലേ തുടങ്ങിയുള്ള ദേഷ്യമാണ്, അത് അവൻ്റെ മനസ്സിലുണ്ട്, ഞാനൊക്കെ അവളായിട്ട് ഒട്ടും വഴക്ക് ഇട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയെന്ന് പറയും. ഏട്ടാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഏട്ടത്തിനെ വിളിച്ച് പോകാൻ പറഞ്ഞ് ആര്യൻ അവളെ എത്രയും പെട്ടെന്ന് അവൾക്ക് കല്യാണം കഴിച്ച് പോകണം നല്ലതെന്ന് ഉറപ്പ്. അതെന്താന്ന് വെച്ചപ്പോൾ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആര്യൻ അകത്തേക്ക് പോകും. ഈ ലോകത്ത് പിന്നെ ഒരു വാക്കും കൂടെ പറയും, തോക്ക് ചൂണ്ടിയിട്ട് അവളെ കെട്ടാൻ പറഞ്ഞാൽ പോലും ഞാൻ അവളെ കെട്ടില്ല, എനിക്ക് അത്രയ്ക്ക് വെറുപ്പെടുന്നു പറഞ്ഞ് ആര്യൻ അകത്തേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് മിത്രനെയാണ്. മിത്രം ഉമ്മറത്ത് നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് കൃഷ്ണമംഗലത്തിന്റെ വാതിക്കയിൽ നിൽക്കുന്നത്. അപ്പൊ അവിടെ നമ്മുടെ ബാലേട്ടനോട് ധർമ്മം പറയുന്നുണ്ട്, അളിയൻ ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്, കൃഷ്ണമംഗലത്തേക്ക് വന്ന കാർതേ നമ്മുടെ വാതിക്കയിൽ വന്ന് നിൽക്കണേന്ന് പറയും. എന്തായാലും പണ്ടത്തെ പോലെ ഒന്നും അയാൾ തല്ലുടിക്കാനൊന്നും പോവില്ല, അങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ആ സമയത്ത് മിത്ര പറയുന്നുണ്ട്, കല്യാണത്തിന്റെ ചെക്കൻ്റെ വീട്ടുകാരെങ്ങാനുണ്ടെങ്കിൽ ഇത്തിരി സാമർത്ഥ്യം അഭിനയിക്കുക, അങ്ങനെ ഈ കല്യാണം മുടങ്ങണമെങ്കിൽ മുടങ്ങട്ടെ എന്ന് പറയും. പെട്ടെന്ന് തന്നെ നമ്മുടെ മിത്രയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ധർമ്മനും മനസ്സിലാവും ഇത് അവരൊന്നല്ല, ഇത് കോടീശ്വരനായ, അതായത് അവരുടെ നാട്ടിൽ തന്നെയുള്ള കോടീശ്വരനായ ഒരു സെബാസ്റ്റ്യൻ മുതലാളിന് എന്തോ ബിൽഡേഴ്സിന്റെ വർക്കൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെ മീനാക്ഷി അവിടെ ചെല്ലുമ്പോൾ സാറേ അച്ഛനെ കാണാൻ വന്നാലേ വയോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ബാലൻ കേട്ടിട്ടുണ്ട്. അല്ല മോളെ, അച്ഛനെ കാണാൻ വന്നതല്ല, ഇത് എവിടെ ഇതിന് ദേവമംഗലം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ധർമ്മനെ ഓടിച്ചെല്ലും, സാറേ ഇതിന് ദേവമംഗലം ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞാൽ അവർ വിളിച്ചിട്ടുണ്ടോ. വിളിച്ചിട്ട് പോയി കഴിഞ്ഞിട്ട് ബാലൻ്റെ അടുത്ത് തന്നെ അറിയും, സാർ ഞാൻ സെബാസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അറിയാം, ഞാൻ അറിയും സാറിനെ എന്ന് പറയും. അളിയനെ സാറേ എന്നൊക്കെ വിളിക്കണമെന്നൊക്കെ ചോദിക്കും. അപ്പം പറയും, സാറേ ഞാൻ സാറിൻ്റെ മരുമോളെ കാണാൻ വന്നാണ്, മീനാക്ഷി എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ മീനാക്ഷി മേഡത്തിൻ്റെ മുന്നിലാണ്, മേഡം കഴിഞ്ഞാൽ മാത്രമേ എനിക്കത് കാര്യം നടക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ബാലൻ്റെ കണ്ണുകൾക്ക് ഇങ്ങനെ തള്ളണ്. മീനാക്ഷി ഇത്രയ്ക്ക് വലിയ സംഭവം എന്നുള്ള കാര്യം ബാലൻ അറിയില്ലായിരുന്നു. ബാലൻ പറയും, എൻ്റെ മരുമോളാണ്, പക്ഷേ അവൾ ജോലിക്കാര്യത്തിൽ ഭയങ്കര കർശനക്കാരിന്, ഞാൻ പറഞ്ഞു നോക്കാന്ന് പറയും. ബാലനൊരു സമ്മാനം കൈക്കൂലി കൊടുക്കുമ്പോൾ ഇത് സാറ് വെച്ചോ, എനിക്ക് സന്തോഷത്തിനൊക്കെ ഉള്ളത് എൻ്റെ വീട്ടിലുണ്ട്, ഇത് സാറ് വെച്ചോ, ഞാൻ എൻ്റെ മരുമോളോട് പറഞ്ഞു നോക്കാമെന്ന് മാത്രം പറഞ്ഞപ്പോൾ സാറൊന്ന് പറഞ്ഞാൽ മതി. ആ സമയത്ത് നമ്മുടെ ബാലൻ്റെ മുന്നിൽ ചെന്ന് നമ്മുടെ മീനാക്ഷിനെ പൊക്കി പറയുന്നുണ്ട് മാമൻ, അച്ഛനെ വെച്ചാൽ ജീവനാണ്, അച്ഛൻ എന്ത് പറഞ്ഞാലും കേൾക്കും, സാർ ധൈര്യമായി പൊക്കോന്നൊക്കെ പറയും. അതെനിക്ക് മനസ്സിലായി, സാറ് ഈ സമ്മാനം മേടിക്കാണ്ടായപ്പോൾ തന്നെ മനസ്സിലായി സാറിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ തൊഴുതൊക്കെ പോകുന്നുണ്ടപ്പോൾ നമ്മുടെ ബാലനെ വിശ്വസിക്കാൻ പറ്റില്ല, മീനാക്ഷി ഇത്രയും വലിയ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ബാലൻ്റെ മനസ്സിൽ സന്തോഷമുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. ആ സമയത്ത് ഗോമതി ഒരു ബാലന് വന്നേന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി അളിയനെ ഈ ഭാഗത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ സാറേന്ന് വിളിച്ച്, അതിനെന്താടാ എൻ്റെ ബാലേട്ടൻ സാറല്ല, അത് ചേച്ചിക്ക് നാട്ടുകാർക്കല്ല എന്ന് പറയും. അങ്ങനെ ബാലനൊന്നും ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കണ്. അപ്പോൾ ധർമ്മം ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. മീനാക്ഷി വലിയൊരു സംഭവമാണ്, മീനാക്ഷി എന്നോട് റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടി ബാലേട്ടൻ നമ്മുടെ അളിയൻ്റെ കാല് പിടിച്ച് ഇത്ര വലിയ കോടീശ്വരനൊക്കെ പറയും. മിത്ര ഇതൊക്കെ കേട്ട് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. മിത്രയ്ക്ക് ഇനി കുശുമ്പായിട്ട് പാടുണ്ടായിരുന്നില്ല, എല്ലാം കേട്ട് നിൽക്കായിരുന്നു. അപ്പം ആ സമയത്ത് മീനാക്ഷിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഗോമതി വിദ്യാഭ്യാസത്തിൻ്റെ വില എനിക്കിപ്പം മനസ്സിലായി, അതുകൊണ്ട് നമ്മുടെ ആര്യനും അതുപോലെ തന്നെ നമ്മുടെ അനുവും കളക്ടറായേ പറ്റുമോ, അതിലൊരു മാറ്റം ഇല്ലാട്ടാന്ന് പറഞ്ഞു. ഇപ്പം കണ്ടില്ലേ, ഇത്ര ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ വന്നിട്ടുണ്ട് ഇപ്പം മീനാക്ഷിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് മീനാക്ഷിയുടെ കാല് പിടിക്കാൻ വന്നത്, അത് പഠിപ്പിൻ്റെ ഗുണമല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമ്മുടെ ധർമ്മം ചോദിക്കുന്നുണ്ട്, അളിയനപ്പം മീനാക്ഷിയോട് ഇതൊക്കെ പറയുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ പറയണം എന്ന് പറഞ്ഞ് ബാലൻ അങ്ങനെ അകത്തേക്ക് പോകും. ആ സമയത്ത് മിത്രയുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ധർമ്മൻ, എടി കുശുമ്പത്തി കണ്ട, മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നത് എൻ്റെ അളിയൻ്റെ കാല് പിടിക്കാൻ കോടീശ്വരം വന്നത് കണ്ടതെന്നൊക്കെ പറയുമ്പോൾ മിത്രയ്ക്ക് ദേഷ്യം വരുന്നു. മിത്ര വലിയ കാര്യമായി, ഒന്ന് പോയേ ചെറിയച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മിത്ര അകത്തേക്ക് പോകുമ്പോൾ കുശുമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ധർമ്മൻ മിത്ര അകത്തേക്ക് പോകുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗോമതിനെ കാണിക്കുന്ന ഗോമതി ഇങ്ങനെ പറയുന്നുണ്ട്, ബാലേട്ടൻ എൻ്റെ ബാലേട്ടൻ സാറെന്ന് വിളിച്ചല്ലേ, ബാലേട്ടൻ അല്ലെങ്കിൽ സാറ് തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബാലൻ്റെ മഹത്വം പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഗോമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.